ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് അന്വേഷണം നീളുകയാണ്. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പി ജെയിംസ്, ഈ കമ്പനിയെക്കുറിച്ച് ഇപ്പോഴും അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ സ്വഭാവം? ലഭ്യമാകുന്ന വിവരങ്ങൾ പി ജെയിംസ്. റീജിത്തെ വല്ലാതെ അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ റെവലേഷനായിട്ട് വന്നിരിക്കുന്നത് റിൻസൺ ജോസ് അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ച് ബൾഗേറിയൻ കമ്പനി എന്ന് വരുന്നുണ്ടെങ്കിലും നമ്മൾ നോർവേയിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു നോർവീജിയൻ കമ്പനി പ്രൊപ്രൈറ്റ് ചെയ്തുള്ള ഒരു നോർവീജിയൻ കമ്പനി ഉണ്ട്. അതും ഈ ബൾഗേറിയൻ കമ്പനിയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ ചെറിയൊരു മലയാളി കമ്മ്യൂണിറ്റിയാണ് നോർവേയിലുള്ളത്. അവരെല്ലാം പറയുന്ന അവർ വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ്. ഇപ്പോൾ മെൽവിൻ ലോറൻസിനെ പോലുള്ള ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ തൊട്ടു പിറകെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അവർക്ക് അറിയുന്ന ആളാണ്. വലിയ സർപ്രൈസാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു ബന്ധം എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഈ റിൻസൺ ജോസിൻ്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാട് മാനന്തവാടിയിലാണ്, വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ്. അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരനുണ്ട്. ഈ ഇരട്ട സഹോദരനുമായിട്ട് അദ്ദേഹം ഓസ്ലോയിൽ, നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കാണാതായിരിക്കുന്നു. അദ്ദേഹം ഒളിച്ചു പോയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അവിടുത്തെ നോർവീജിയൻ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോർവീജിയൻ ടെക് ഗുരു ഹു ആക്സിഡൻ്റലി ഹെൽപ്ഡ് ഇസ്രായേൽ ഗെറ്റ് ദെയർ ഹാൻഡ്സ് ഓൺ പേജേഴ്സ് used to bomb Lebanon went missing on day of the explosions and hasn't been heard from since. അപ്പോൾ നോർവീജിയൻ ടെക് ഗുരു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. IT-യിലെ ഒരു ടെക് ഗുരു എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാതായിരിക്കുന്നു. പ്രത്യേകിച്ച് ലെബനനിലെ പേജറുകൾ പൊട്ടിത്തെറിച്ച അതേ ദിവസം തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നാണ് പേജറുകൾ വാങ്ങിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഇസ്രായേലുമായിട്ട് ആക്സിഡൻ്റലായിട്ടുള്ള ബന്ധമാണ്. ഒരുപക്ഷെ ഇസ്രായേലിലെ മൊസാദാണ് ഇതിൻ്റെ പിറകിലെന്ന് അറിയില്ലായിരുന്നു എന്നുള്ള തരത്തിലാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നോർവേ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ മാനന്തവാടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും 2800-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ഏതാണ്ട് അവിടുന്ന് വിട്ടിരുന്ന പേജറുകളിൽ 3000-ഓളം പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ശരി, പി ജെയിംസ് തുടരണം. ഇപ്പോൾ നോർവേ സ്വദേശിയായ മെൽവിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മെൽവിന് ഈ ഇദ്ദേഹത്തെക്കുറിച്ച്, ഈ കമ്പനിയെക്കുറിച്ചൊക്കെ കൂടുതലായി, ഈ മലയാളി റിൻസൺ ജോസിനെ കുറിച്ച്, ആ കമ്പനിയെക്കുറിച്ചൊക്കെ കൂടുതലായി വിശദീകരിക്കാൻ കഴിയും എന്ന് കരുതുന്നു. നെൽവിൻ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ നെൽവിൻ്റെ ശ്രദ്ധയിലുണ്ട്. ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ കമ്പനിയിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യമുണ്ട്. ഈ റിൻസൺ ജോസിനെ കുറിച്ച് എന്താണ് നെൽവിൻ അറിയാവുന്നത്? ഇന്ന് രാവിലെയാണ് ഈ ന്യൂസ് കണ്ടത്. ഈ ന്യൂസ് കാണുമ്പോഴാണ് ഞങ്ങളും ഇവിടെ അറിഞ്ഞത്. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം റിൻസണിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. നമ്മൾ അറിയാവുന്ന റിൻസൺ ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് പെടുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഈ റിൻസൺ കേരളത്തിൽ വയനാട്ടിൽ എവിടെയാണ്? അതറിയില്ല കേട്ടോ. കേരളത്തിലാണ്, വയനാടുകാരനാണെന്ന് അറിയാം. മാനന്തവാടി സ്വദേശിയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതാണ് എൻ്റെ അറിവും. ഈ എത്ര കാലമായി അദ്ദേഹം അവിടെ ഉണ്ട്? ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കാലമായി? ആ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ മെൽവിനുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നുമില്ല. കമ്പനി റിൻസൺ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അതല്ലാണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് വലിയ പരിചയമില്ല. മെൽവിൻ എങ്ങനെയാണ് റിൻസൺ ജോസിനെ പരിചയം? റിൻസൺ ആസ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെയല്ലോ, ഞങ്ങൾ ഇവിടെ വളരെ കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. ഞങ്ങൾ പരിചയക്കാരാണ്. അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പ്രവർത്തിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഈ താങ്കളുമൊക്കെയായി സൗഹൃദമുള്ളതാണ്. ആ സദസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ മെൽവിൻ? ഇല്ല, ഇന്നേ വരെ ഇങ്ങനൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ ഈ ബൾഗേറിയൻ കമ്പനിയിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. നമുക്കറിയാം, അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഈ
അതിൽ ഈ റിൻസൺ ജോസിൻ്റെ കമ്പനിക്ക് പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ അവരാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കുന്ന വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ എപ്പോഴാണ് നിങ്ങളൊക്കെ അറിയുന്നത്? അതിനുശേഷം ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഇതിനു മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഈ റിൻസൺ ജോസിനെ കുറിച്ച് ഇപ്പോൾ വിവരമില്ല എന്നാണ് കേട്ടപ്പോൾ. ഈ റിൻസൺ ജോസ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിവരമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ മെൽവിൻ? അതെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഓണം സെലിബ്രേഷൻ നടന്നിരുന്നു. അതിന് പുള്ളി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു, പുള്ളിനൊക്കെ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അറിയില്ല. ഈ റിൻസൺ ജോസ് അവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അല്ല, പുള്ളിക്ക് ഫാമിലി ഉണ്ട്. ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. ഈ ഫാമിലിയൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. ഈ റിൻസനെ കുറിച്ച് മാത്രമാണോ വിവരമില്ലാത്തത്? അതെനിക്കറിയില്ല കേട്ടോ. ഫാമിലിയെ കുറിച്ച് എനിക്കറിയില്ല, പിന്നെ കൂടുതൽ അറിയില്ല. റിൻസിനെ പറ്റി വിവരമില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിപ്പോ ന്യൂസിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. റിൻസൺ കാണാനില്ല എന്നൊക്കെ ന്യൂസിലാണ് ഞാൻ കേട്ടത്. അല്ല, അത് നമുക്കും അറിയില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് മെൽവിൻ ഈ ഘട്ടത്തിൽ. അതിലൊരു സ്ഥിരീകരണം എന്നുള്ള നിലയിലാണ് മെൽവിനോട് അത് ചോദിച്ചത്. കുറെ ഇൻഫർമേഷൻ പുറത്ത് വരുന്നുണ്ടെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ കൂടുതലൊന്നും അറ്റ് പ്രസന്റ് ഒന്നും അറിയില്ല. ഇങ്ങനെ ഈ പേജർ വാങ്ങാനുള്ള കരാറിലൊക്കെ ഏർപ്പെടാൻ പാകത്തിലുള്ള ഒരു വലിയ കമ്പനി ആയിരുന്നു അത് മെൽവിൻ? അങ്ങനെ ചോദിച്ച ബുദ്ധിമുട്ടാണ്. കാരണം കമ്പനിയുടെ യാതൊരുവിധ പ്രവർത്തനങ്ങളും അറ്റ് പ്രസന്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്കറിയില്ല. അപ്പോ എനിക്കറിയാം കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അതിന്റെ അപ്പുറം അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ശരി, മെൽവിൻ അറിയാവുന്ന വിവരങ്ങളാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹം നോർവേ മലയാളിയാണ്. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് കൂടി അന്വേഷണം നീളുന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് ദുരൂഹതകൾ, സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിൻ്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം മലയാളിയാണ്, വയനാട്ടിലെ മാനന്തവാടി സ്വദേശിയാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.